ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു ചെറിയ വേദഭാഗം വായിക്കുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അധ്യായം 8, 14, 15 തിരുവചനങ്ങൾ. യേശു പത്രോസിൻ്റെ വീട്ടിൽ വന്നാറെ പത്രോസിൻ്റെ അമ്മാവിയമ്മ പനി പിടിച്ച് കിടക്കുന്നത് കണ്ടു. യേശു അവളുടെ കൈ തൊട്ടു, പനി അവളെ വിട്ടു. അവൾ എഴുന്നേറ്റ് അവർക്ക് ശുശ്രൂഷ ചെയ്തു. കർത്താവിൽ പ്രിയരെ, നാം ഇവിടെ വായിച്ചു കേട്ടത്, ഒരു ദിവസം യേശു തൻ്റെ 12 ശിഷ്യന്മാരുമായി പതിവായി ചെയ്തു വന്നിരുന്നതുപോലെ രോഗശാന്തി ശുശ്രൂഷയ്ക്കായി പലയിടങ്ങളിൽ കടന്നു പോവുകയാണ്. അനേകർക്ക് രോഗശാന്തി നൽകുകയാണ്. ഭൂതഗ്രസ്തർക്ക് വിടുതൽ നൽകുകയാണ്. മുടന്തർക്ക് സൗഖ്യം, കുഷ്ഠരോഗിക്ക് സൗഖ്യം, നാനാ രോഗത്താൽ ബാധിച്ച അനേകർക്ക് സൗഖ്യം നൽകിക്കൊണ്ട് സഞ്ചരിക്കുമ്പോൾ പത്രോസ് യേശുവിനോട് അപേക്ഷിക്കുകയാണ്, എൻ്റെ അമ്മാവിയമ്മ പനി പിടിച്ച് മരണശയ്യയിലാണ്. അതിന് മറുപടിയായി കർത്താവ് പത്രോസിനൊപ്പം ശിഷ്യന്മാരെയും കൂട്ടി പത്രോസിൻ്റെ വീട്ടിലേക്ക് യാത്ര തിരിക്കുകയാണ്. പത്രോസിൻ്റെ അമ്മാവിയമ്മ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് മരണശയ്യയിലാണ്. യേശു അവിടെ ചെന്ന് കുനിഞ്ഞ് പത്രോസിൻ്റെ അമ്മാവിയമ്മയുടെ കൈ തൊടുകയാണ്. ഉടനെ പനി അവരെ വിട്ടുമാറുകയാണ്. മാത്രമല്ല, അവർ ചാടി എഴുന്നേറ്റ് യേശുവിനും ശിഷ്യന്മാർക്കും അതിഥി സൽക്കാരം നടത്തുകയാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് ഇവിടെ നാം കാണുന്നത്. മരണത്തിൽ നിന്ന് നീക്കുപോക്ക് നൽകുന്ന ദൈവം. സൃഷ്ടാവ് മനുഷ്യരൂപത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സമയം, രോഗികളെ സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, ഭൂതഗ്രസ്തരെ വിടുവിച്ചു കൊണ്ടിരിക്കുന്ന, മരിച്ചവരെ ഉയർപ്പിച്ചു കൊണ്ടിരിക്കുന്ന സമയം, കർത്താവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരുവനായ പത്രോസിൻ്റെ വീട്ടിൽ തന്നെ കഴിയുന്ന അമ്മാവിയമ്മ, അവർ ഇതാ മരണശയ്യയിലായിരിക്കുന്നു. അവരെക്കുറിച്ച് മനസ്സിലാക്കിയ പത്രോസ് ആ വിഷയം യേശുവിനോട് പറയുമ്പോൾ യേശു അവരോടൊപ്പം ചെന്ന്, അഥവാ പത്രോസിനും ശിഷ്യന്മാർക്കും ഒപ്പം ചെന്ന് അവരെ സ്പർശിക്കുകയും ആ മാത്രയിൽ തന്നെ അവർ വിടുതൽ പ്രാപിക്കുന്നതും സൗഖ്യം പ്രാപിക്കുന്നതും കർത്താവിനെ ശുശ്രൂഷിക്കുന്നതുമാണ് നാം കാണുന്നത്. നാം രോഗികളായിരിക്കുമ്പോൾ, നാം കഷ്ടതയിലായിരിക്കുമ്പോൾ, കണ്ണുനീരിലായിരിക്കുമ്പോൾ, വേദനയിലായിരിക്കുമ്പോൾ, ഭാരങ്ങളിലും പ്രയാസങ്ങളിലുമായിരിക്കുമ്പോൾ നമ്മെ സന്ദർശിക്കുന്ന ഒരു ദൈവമുണ്ട്. അന്ന് യേശു ശരീരരൂപത്തിലാണ് അവിടെ കടന്നുപോയി അവർക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ചതെങ്കിൽ, ഇന്ന് യേശു ഒരുപക്ഷെ ശരീരരൂപത്തിലല്ല, ആത്മരൂപത്തിൽ, വചനത്തിൻ്റെ രൂപത്തിൽ, ഏതോ ഒരു കർത്തൃദാസിയുടെ പ്രാർത്ഥനയുടെ രൂപത്തിൽ നമ്മെ സന്ദർശിക്കും. നമുക്ക് ആവശ്യം ആ ദൈവത്തിലുള്ള വിശ്വാസമാണ്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവം സൗഖ്യവും ജീവനും അതിലുപരിയായി നിത്യജീവൻ തന്നെ നൽകുവാൻ മതിയായവനാണ്. ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമ്പോൾ നാം കർത്താവിനെ സേവിക്കുവാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ മറക്കാൻ പാടില്ല. പത്രോസിൻ്റെ അമ്മാവിയമ്മ ആ ഒരു മാതൃകയാണ് നമുക്ക് കാട്ടിത്തരുന്നത്. മരണശയ്യയിൽ നിന്നും അവർക്ക് എഴുന്നേൽക്കുവാൻ കഴിഞ്ഞപ്പോൾ
അവൾ പിന്നത്തേതിൽ കർത്താവിനെ ശുശ്രൂഷിക്കുകയാണ്. ദൈവം നമുക്ക് സൗഖ്യവും ആശ്വാസവും വിടുതലും സമാധാനവും സ്വസ്ഥതയൊക്കെ നൽകുന്നത് ദൈവത്തെയും ദൈവത്തിൻ്റെ കൈപ്പണിയായ മർത്യരെയും ശുശ്രൂഷിക്കാനാണ്. ആമേൻ.